നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്താം. ഈ ഒരു പ്രൊഡക്റ്റിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചതല്ല, പക്ഷെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നവർ, ഫേസ്ബുക്കിൽ വീഡിയോകൾ ചെയ്യുന്നവർ, സ്റ്റുഡിയോ സെറ്റപ്പിൽ വീഡിയോ ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർ, ഇവർക്കൊക്കെ അറിയേണ്ട കാര്യമാണ് ഈ പുറകിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, ഒരു RGB ലൈറ്റിംഗ് സെറ്റപ്പ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതെന്താണ്, ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇത് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്, ഇതിന് എത്ര രൂപയാണ്, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഞാൻ ഈ പ്രൊഡക്റ്റ് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതേപോലൊരു ചെറിയ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി ഈ 10 വാട്ട്സിന്റെ ലൈറ്റ്സ് ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് എന്നുള്ളത് ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ചാനൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട ടിപ്സും ട്രിക്സും ഒക്കെയാണ് ഇടുന്നത്. അത് കാണാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നമ്മൾ ഇതേപോലെ യൂട്യൂബിൽ ആവശ്യമായിട്ടുള്ള യൂട്യൂബിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോയ്ക്ക് വളരെ വ്യൂ കുറവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലൈറ്റിംഗ് സെറ്റപ്പിന്റെ വീഡിയോ ചെയ്തിരുന്നു. അത് വളരെ വ്യൂ കുറവായിട്ടാണ് കിടക്കുന്നത്. ഞാൻ കുറേയധികം ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് വാങ്ങിയിട്ടുണ്ട്. അതിലേക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല കമന്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അതിന്റെയൊക്കെ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇവിടെയും ഞാൻ ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, ഇന്നത് ഓൺ ചെയ്യാൻ മറന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ വീഡിയോകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതുപോലുള്ള ഒബ്ജക്റ്റുകൾ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാൻ മിക്ക വീഡിയോയിലും ഈ പാറ്റേണിലുള്ള കോബോ ഫിൽറ്റർ ആണ് യൂസ് ചെയ്തത്. ഇതിന്റെ കൂടെ 20 ഫിൽറ്റേഴ്സ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു ലൈറ്റ് റിസീവ് ആയത്. ഓൾറെഡി ഞാൻ ഇത് അൺബോക്സ് ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ അൺബോക്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ബോക്സിൽ എന്തൊക്കെ ആക്സസറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാണിച്ചു തരാം. ഇതിൽ 20 കോബോ ഫിൽറ്റേഴ്സ് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് കോബോ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇതിൽ പല പല ഡിസൈനുകളാണ് നൽകിയിട്ടുള്ളത്. നമ്മളുടെ വീഡിയോയുടെ മൂഡിനനുസരിച്ചുള്ള ഡിസൈൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു പേപ്പറിനേക്കാളും കുറച്ചുകൂടെ കട്ടിയെ കാണത്തുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് ലൈറ്റിൽ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനോടൊപ്പം തന്നെ ഒരു യൂസർ മാനുവൽ കിട്ടിയായിരുന്നു. ഇതിന്റെ വാറണ്ടി എത്ര ഉണ്ടെന്നൊക്കെ ഉള്ള കാര്യം മാത്രം എനിക്ക് അറിയത്തില്ല. ഞാൻ ആമസോണിൽ നോക്കിയിട്ട് എനിക്ക് ഇതിന്റെ വാറണ്ടിയെ കുറിച്ച് വലിയ പിടി കിട്ടിയില്ല. പിന്നെ ഇതേപോലെ ഒരു പൗച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോർട്ടബിൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. അപ്പൊ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ യൂസ് ചെയ്യാം. വീഡിയോഗ്രാഫിക്കും ഫോട്ടോഗ്രാഫിക്കും ഇത് യൂസ് ചെയ്യാം. ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വാട്ട്സിന്റെ ലൈറ്റ് ആണ്, RGB ലൈറ്റ് ആണ്. അതേപോലെ തന്നെ 7500 mAh ഒരു ബിഗ് ബാറ്ററി സപ്പോർട്ടൂടെ ഇതിൽ കിട്ടുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇത് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 2 വീക്സിൽ കൂടുതലായി. അന്ന് ഞാൻ ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസമായിട്ടും ഇടയ്ക്ക് ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. നോക്കാം എത്ര ദിവസം കൂടി ഇത് ഇങ്ങനെ പോകുന്നുള്ളത്. കാരണം ഇത് നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലല്ലോ. ഇടയ്ക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രമല്ല ഇത് ഉപയോഗിക്കത്തുള്ളൂ. ഒരു വീഡിയോ ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ അത്രയൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതിൽ 4 കളർ മോഡ്സ് വരുന്നുണ്ട്. ഇതിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് നമുക്ക് സൂം ചെയ്യാനായിട്ട് അതിന്റെ ഫ്രണ്ടിൽ ഒരു കണക്ടർ ഉണ്ട്. ആ കണക്ടറിലേക്കാണ് നമ്മൾ ഈ ഗോബോ ഫിൽറ്റർ കണക്ട് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഇതൊക്കെയാണ് ഈ ലൈറ്റിന്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ലൈറ്റ് പവർ ഓൺ ചെയ്യാനായിട്ട് ഈ കാണുന്ന ബട്ടണിൽ ലോങ് പ്രസ് ചെയ്യണം. ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് ചുറ്റും ഒരു RGB ലൈറ്റ് തെളിഞ്ഞു വരും. അതിനുശേഷം ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഓൺ ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ലൈറ്റ് വരത്തുള്ളൂ. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ലൈറ്റ് ഇതേപോലെ ചേഞ്ച് ആയി വരുന്നത് കാണാൻ സാധിക്കും. അപ്പൊ ഇതിന്റെ ലൈറ്റ് മോഡ് മാറ്റുന്നതും ഈ ബട്ടണിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഒരു കണക്ടർ കിട്ടുന്നുണ്ട്. ഈ കണക്ടർ നമ്മൾ ഇതേപോലെ ഈ ലൈറ്റിലേക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെയായിട്ടാണ് നമ്മൾ ഈ ഗോബോ ഫിൽറ്റർ കണക്ട് ചെയ്യുന്നത്. ഇത് വളരെ ഫ്ലെക്സിബിൾ ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗോബോ ഫിൽറ്റർ ഇവിടേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫിൽറ്റർ അറ്റാച്ച് ചെയ്ത് ഈ ലൈറ്റ് സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ സൂം ഇൻ സൂം ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇവിടെ നിന്നാണ് ഇത് സൂം ചെയ്യുന്നത്. ജസ്റ്റ് ഇത് മുമ്പോട്ട് വലിച്ചു കഴിഞ്ഞാൽ സൂം ഔട്ട് ആവും. അപ്പം നമുക്ക് വേണ്ട രീതിയിൽ ലൈറ്റ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതിനൊപ്പം വരുന്ന ടൈപ്പ് സി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ കുത്തി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ട്രൈപോഡിൽ കണക്ട് ചെയ്യാനുള്ള 2 ഓപ്ഷൻ ഇതിൽ നൽകിയിട്ടുണ്ട്. ഒന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് ട്രൈപോഡ് കണക്ട് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെയും നമുക്ക് ട്രൈപോഡ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ഏതാണോ അതിനനുസരിച്ച് ട്രൈപോഡിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ പർച്ചേസ് ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ പ്രൊഡക്റ്റ് ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആമസോണിലെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് 4690 രൂപയാണ്. ഏകദേശം ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ഞാനും ഇത് പർച്ചേസ് ചെയ്തത്. അപ്പം ഓഫറും കാര്യങ്ങളും ഒക്കെ കാർഡ് ഓഫർ ഒക്കെ വരുമ്പോൾ കുറച്ചുകൂടി പൈസ കുറച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഇനി ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ ഇന്റൻസിറ്റി ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വാട്ട്സിന്റെ ലൈറ്റ് അത് പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഞാൻ മാക്സിമം ലൈറ്റ് ഇന്റൻസിറ്റി കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ മാക്സിമം കിട്ടുക. പിന്നെ നമ്മുടെ റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും ഈ ലൈറ്റ് നമുക്ക് അതിന്റെ ഒരു ഫുൾ സ്ട്രെങ്തിൽ യൂസ് ചെയ്യാനായിട്ട്
സാധിക്കുക. പിന്നെ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോളിഡ് ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റിന് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് സജസ്റ്റ് ചെയ്യും. എന്തായാലും 5000 രൂപയുടെ താഴെ നമ്മുടെ ആവശ്യം നടക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണിത്. നിങ്ങൾ ഇതുപോലൊരു ലൈറ്റ് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകളും അവരുടെ ലൈറ്റുകളും ഉണ്ട്. പക്ഷേ നമുക്ക് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈറ്റിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതേപോലെ ഒരു യൂട്യൂബിന്റെ സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് ഇങ്ങനെ ഒരു ലൈറ്റ് തന്നെ ധാരാളമാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറേയധികം പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ വാങ്ങി സ്റ്റുഡിയോയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഓരോന്നിൻ്റെതായിട്ടുള്ള വീഡിയോകൾ ചെയ്യാം. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു 500 ലൈക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ തുടർന്നുള്ള ദിവസങ്ങളിൽ ഞാൻ സ്റ്റുഡിയോ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മെനക്കെടുന്നത് വെറുതെയാവും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.